നമസ്കാരം, എല്ലാവർക്കും +1 സോഷ്യോളജിയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ തേർഡ് ചാപ്റ്റർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേർഡ് ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? പവർ ആൻഡ് അതോറിറ്റി, അല്ലെങ്കിൽ ആധിപത്യവും ദെൻ അതേപോലെ തന്നെ അധികാരവും എന്താണ് എങ്ങനെ പറഞ്ഞു. അധികാരം എങ്ങനെയാണ് ആധിപത്യത്തിലൂടെ സ്ഥാപിച്ചെടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ് അല്ലെങ്കിൽ രാഷ്ട്രരഹിത സമൂഹങ്ങൾ എന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രം എന്ന സങ്കല്പമാണ്. രാഷ്ട്രം എന്ന സങ്കല്പമാണ്. എന്താണ് ഒരു കോൺസെപ്റ്റ് ആയിട്ടുള്ളത്? ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഇതിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതില് ഈ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തില് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ ഉപകരണമാണ്, അല്ലെ? നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഉപകരണമാണ്. എന്താണ് ഗവൺമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർലമെന്റ് ഉണ്ട്, അല്ലെ? പാർലമെന്റ്സ് ഉണ്ട്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിപ്പിച്ചു കൊടുക്കുന്ന MPs ആയിട്ടുള്ള ആൾക്കാർ. ദെൻ അവിടെ തന്നെ എന്തുണ്ട്? സിവിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്, സിവിൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇതാണ് ഗവൺമെന്റ് എന്ന് പറയുന്ന സംഭവം, അല്ലെ? ഇതാണ് ഗവൺമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഗവൺമെന്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ ഉപകരണം അത് പാർലമെന്റിലെ സിവിൽ ഉദ്യോഗസ്ഥരും ഒരു നിശ്ചിത ഭൂപ്രദേശം ഭരിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ രാഷ്ട്രം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഗവൺമെന്റിന്റെ അധികാരത്തിന് ഒരു നിയമവ്യവസ്ഥയുടെ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കും. ഗവൺമെന്റിനുള്ള അധികാരത്തിന് ഒരു നിയമവ്യവസ്ഥയുടെ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കും. ഗവൺമെന്റ് അതിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് അതൊന്നെങ്കിൽ പോലീസോ അല്ലെങ്കിൽ സൈനിക ശക്തിയോ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അതിന്റെ നയങ്ങളും കാര്യങ്ങളും നടപ്പിലാക്കുക. നിങ്ങളിപ്പോ ഡൽഹിയിൽ നടക്കുന്ന മാർച്ചിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഗവൺമെന്റിന്റെ നയങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ. ഇതേപോലെ തന്നെയാണ് ഗവൺമെന്റ് നയങ്ങൾ നടപ്പിലാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജനസംഖ്യയാണ്, ഒന്ന് നിശ്ചിത ഭൂപ്രദേശമാണ്, ഒന്ന് ഗവൺമെന്റ് ആണ്, ഒന്ന് പരമാധികാരമാണ്. ഇതാണ് രാഷ്ട്രത്തിന്റെ പ്രധാന ഘടകങ്ങൾ. മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെയെന്ന് വെച്ചാല്, അല്ലെങ്കിൽ ഒരു രാജ്യം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നെങ്കിൽ അതിനെന്തുണ്ടാവണം? ഒരു നിശ്ചിത ഭൂപ്രദേശം ഉണ്ടാവണം. ആ നിശ്ചിത ഭൂപ്രദേശം ഉണ്ടായാൽ മാത്രം പോരാ, ആ നിശ്ചിത ഭൂപ്രദേശത്ത് എന്തുണ്ടാവണം? ജനങ്ങൾ ഉണ്ടാവണം. വെറുതെ ഭൂപ്രദേശം ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ എന്തുണ്ടാവണം? ജനങ്ങൾ ഉണ്ടാവണം. അവിടെ ജനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ ജനങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാവണം. ഗവൺമെന്റ് ഉണ്ടായാൽ മാത്രം പോരാ, ആ ഗവൺമെന്റിന് എന്തുണ്ടാവണം? ഒരു പരമാധികാരം. ഗവൺമെന്റിന് ഒരു പരമാധികാരം, ഒരു സോവറിനിറ്റി ഉണ്ടാവണം, അല്ലെ? ഒരു ഡിഫൈൻ ആയിട്ടുള്ള ഒരു ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഒരു ഏരിയസ് ഉണ്ടാവും, പീപ്പിൾസ് ഉണ്ടാവണം, ഗവൺമെന്റ്സ് ഉണ്ടാവണം, സോവറിനിറ്റി ഉണ്ടാവണം. ഈ പറയുന്ന ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. ഒരു നിശ്ചിത ഭൂപ്രദേശം ഉണ്ടാവണം, ആ ഭൂപ്രദേശത്ത് ജനങ്ങൾ ഉണ്ടാവണം, ആ ജനങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാവണം, ആ ഗവൺമെന്റിന് ഒരു പരമാധികാരം ഉണ്ടാവണം. എന്നാൽ അവിടെ ഒരു രാജ്യം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? അങ്ങനെ ഒരു രാജ്യം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ അതാണ് രാഷ്ട്രത്തിന്റെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രധാന ഘടകങ്ങളൊക്കെ ആയി തീരുമ്പോഴാണ് ഒരു രാഷ്ട്രം അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ ഇന്ത്യ എടുത്ത് നോക്കൂ. ഇന്ത്യയുടെ ബൗണ്ടറീസ് ഉണ്ട്, നിശ്ചിത ഭൂപ്രദേശല്ലേ. ആ നിശ്ചിത ഭൂപ്രദേശത്ത് ജനങ്ങൾ താമസിക്കുന്നില്ല, നമ്മളെ പോലത്തെ ആൾക്കാർ. അവിടെ നമ്മളെ ഭരിക്കാൻ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഉണ്ട്. ദെൻ ആ ഗവൺമെന്റിന്റെ ഒരു പരമാധികാരം ഉണ്ട്. ആ പരമാധികാരം ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ നയങ്ങളും കാര്യങ്ങളും നടപ്പിലാക്കാം. ആ നടപ്പിലാക്കുന്നത് ഒന്നെങ്കിൽ ഈ പറയുന്ന പോലീസോ അല്ലെങ്കിൽ സൈനിക നടപടികളിലൂടെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാം? അവരവരെ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം രാഷ്ട്രം എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ എന്ത് ചെയ്യണം? സംരക്ഷിച്ചു കൊടുക്കണം. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരുണ്ട്,
ദെൻ അതേപോലെ തന്നെ ഉയർന്ന വർഗം താഴ്ന്ന വർഗത്തിലുള്ള ആൾക്കാരുണ്ട്, ദെൻ കൂലിപ്പണിക്കാരായിട്ടുള്ള വൈറ്റ് കോളേഴ്സ് ഉണ്ട്, ദെൻ ബ്ലൂ കോളേഴ്സ് ജോബേഴ്സ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ഏതൊക്കെ മതസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ടോ അങ്ങനെയുള്ള എല്ലാവരുടെയും താല്പര്യങ്ങൾ ആര് റെപ്രസെന്റ് ചെയ്യപ്പെടണം, ഒരു രാജ്യം റെപ്രസെന്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതാണ് നിർവഹണവാദികൾ അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം. ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകൾ മുന്നോട്ട് പറയുന്ന രാഷ്ട്രത്തിനെ കുറിച്ചിട്ട്, രാഷ്ട്രത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകൾ പറയുന്നത്. അല്ലെങ്കിൽ നിർവഹണവാദികൾ രാഷ്ട്രത്തെ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? രാഷ്ട്രം എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കണം എന്നുള്ളതാണ് നിർവഹണവാദികളായിട്ടുള്ള എമിലി ഡർക്കീമിനെയും മാക്സ് വെബറിനെയും പോലെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം. എന്നാൽ സംഘടനവാദികൾ പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ഡോമിനൻസ് ആയിട്ടുള്ള ഗ്രൂപ്പായ ആരാണോ, അല്ലെങ്കിൽ ഏറ്റവും പ്രബല വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാർ ആരാണോ, അവരെ താല്പര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രം എപ്പോഴും പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സംഘടനവാദികൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ കാൾ മാക്സിനെ പോലെയുള്ളവർ പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ മൊട്ടേര സ്റ്റേഡിയം, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിന്റെ ഒരു പവലിയന് അദാനി എന്നും ഒരു പവലിയന് നമ്മൾ എന്ത് കൊടുത്തു, നമ്മുടെ ഗവൺമെന്റ് എന്ത് കൊടുത്തു, ഒരു പവലിയന് അദാനി എന്നും ഒരു പവലിന് അംബാനി എന്നും കൊടുത്തു. അപ്പം ഈ ഒരു തിയറി നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തിയറിയിൽ പറയുന്നത് എന്താണ്, സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങൾ, നമ്മളുടെ സമൂഹം ഇന്ത്യൻ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രബല വിഭാഗങ്ങൾ വരുന്നതാണ് അദാനിയും അംബാനിയും എന്ന് പറയുന്ന ടീം അല്ലെ. ആ പ്രബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെയാണ് രാഷ്ട്രം പ്രതിനിധീകരിക്കുന്നത് എന്നാണ്. അതാണ് സംഘടനവാദികൾ പറയുന്നത്. അതുകൊണ്ടാണ് പണ്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് മാറ്റിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെ കൊടുത്തത്. അപ്പൊ ഇതാണ് സംഘടനവാദികൾ പറയുന്നത്. നിർവഹണവാദികൾ എന്താ പറയുന്നത്, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പം ഇതാണ് രാഷ്ട്രത്തിനെ കുറിച്ചിട്ട് സംഘടനവാദികളുടെയും അല്ലെങ്കിൽ നിർവഹണവാദികളുടെയും ഒരു വീക്ഷണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടുള്ള ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ് അത് വ്യത്യാസപ്പെടുന്നത്, അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആധുനിക രാഷ്ട്രത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരമ്പരാഗത രാഷ്ട്രത്തിൽ നിന്നും ആധുനിക രാഷ്ട്രം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആധുനിക രാഷ്ട്രത്തിന്റെ സവിശേഷതകളാണ്. ആധുനിക രാഷ്ട്രത്തിന്റെ സവിശേഷതകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തത് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പരമാധികാരം അല്ലെങ്കിൽ സോവർജിനിറ്റി എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തത് പൗരത്വം എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ, മൂന്നാമത്തത് ദേശീയത, നാഷണലിസം എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ആധുനിക രാഷ്ട്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പരമ്പരാഗത രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ആധുനിക രാഷ്ട്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം തന്നെ. ഇതില് പരമാധികാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആധുനിക രാഷ്ട്രത്തിന്റെ സവിശേഷതകളിൽ ഒന്നാമതായിട്ടുള്ള പരമാധികാരം എന്ന് പറയുന്ന സംഭവം. ഈ പരമാധികാരം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് രാഷ്ട്രം അടങ്ങുന്ന ഒരു രാഷ്ട്രീയ ഭരണത്തെയാണ്, ഒരു നിശ്ചിത ഭൂപ്രദേശത്തിന്റെ മേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ഭൂപ്രദേശത്തിന്റെ മേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത്. പരമാധികാരം എന്നത് അല്ലെങ്കിൽ പരമാധികാരം എന്നാൽ അതാണ് മെയിൻ ആയിട്ട് ഒരു അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാധികാരം രാഷ്ട്രത്തിന്റെ കുത്തകയാണ്, അല്ലെങ്കിൽ സോവജിനിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ കുത്തകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ മോഡേൺ സ്റ്റേറ്റ്സിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പരമാധികാര രാഷ്ട്രങ്ങളിൽ ആദ്യമൊന്നും പൗരന്മാർക്ക് എന്തുണ്ടായിട്ടുണ്ടായിരുന്നില്ല, രാഷ്ട്രീയത്തിനുള്ള പങ്കാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവകാശങ്ങളൊന്നും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ നിരന്തരമായ സമരങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അത് നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്.
കാരണം പരമാധികാര രാഷ്ട്രങ്ങളിൽ, ആധുനിക രീതിയിലുള്ള പരമാധികാര രാഷ്ട്രങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരമാധികാരം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ആൾക്കാരുടെ കയ്യിലില്ലായിരുന്നു. അത് പൊതുവെ എന്താണ് ഉണ്ടായിരുന്നത്? അത് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു. അവരായിരുന്നു രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ രാജാധികാരത്തിൽ നിന്ന് അവർ രാജാവിനെ പുറം തള്ളിയതിനു ശേഷമാണ് ഈ കാണുന്ന രീതിയിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായത്. അതിൽ കുറെ എക്സാമ്പിളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവം അതിന്റെ ഒരു എക്സാമ്പിളുകളാണ്. ദെൻ അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുത്താൽ നമുക്കറിയാം. അതിനുശേഷം 625 ഓളം നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിലി സ്റ്റേറ്റ്സുകൾ നമ്മളുടെ രാജ്യത്തുണ്ടായിരുന്നു. അതൊക്കെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് ശേഷമൊക്കെ ഈ പറയുന്ന രാജാക്കന്മാരിൽ നിന്ന് പിന്നീട് ജനങ്ങൾക്ക് ഒരു അധികാരം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തതാണ് മോഡേൺ സ്റ്റേറ്റിന്റെ രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് പൗരത്വം, അല്ലെങ്കിൽ നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് വിളിക്കുന്ന ഒരു സംഭവം. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ പൗരത്വം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ പൗരന് അല്ലെങ്കിൽ പൗരാവകാശങ്ങൾ. ഞാൻ ഇന്ത്യൻ പൗരനായി കഴിഞ്ഞാൽ എനിക്ക് ഒരു പൗര അവകാശങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സുകൾ ഇഷ്ടം പോലെ നമുക്കുണ്ട്. അത് ഏതൊക്കെയാണ് സിവിൽ റൈറ്റ്സുകൾ ഉള്ളത്? ഒരു പൗരനായി കഴിഞ്ഞാൽ ആ പൗരനുള്ള സിവിൽ റൈറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. ഏതൊക്കെയാണ് ആ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള സിവിൽ റൈറ്റ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പൗരാവകാശങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഒന്നാമത്തെ പൗരാവകാശം? ഒന്നാമത്തെ പൗരാവകാശം എന്താണ്? പൗരത്വം കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോഴാണ് ഓരോ പൗരനും ആ പൗരത്വ അവകാശങ്ങൾ കിട്ടുന്നത്. ആണോ അല്ലേ? അതില് പൗരത്വത്തിന്റെ ഭാഗമായിട്ട് സിവിൽ റൈറ്റ്സ് അല്ലെങ്കിൽ പൗരത്വ അവകാശങ്ങൾ, ഈ പറയുന്ന സാധനങ്ങൾ പൗരത്വ അവകാശങ്ങൾ അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് പൗരാവകാശങ്ങൾ എന്ന് പറയുന്ന സംഭവമാണ്. രണ്ടാമത്തത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ബേസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ അവകാശങ്ങളാണ്. ദെൻ തേർഡ് വൺ, മൂന്നാമത്തത് സാമൂഹിക അവകാശങ്ങളാണ്. നമ്മൾ പറഞ്ഞു ആധുനിക കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രം എടുക്കുകയാണെങ്കിൽ, ഒരു മോഡേൺ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ആ മോഡേൺ സ്റ്റേറ്റിന്റെ മെയിൻ ഫീച്ചേഴ്സുകളാണ് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. സോവറിനിറ്റി, സിറ്റിസൺഷിപ്പ്, ദെൻ അതേപോലെ തന്നെ ഈ പറയുന്ന ലാസ്റ്റ് വൺ നാഷണലിസം, അതായത് പരമാധികാരം, പൗരത്വം, ദേശീയത. ഇതില് ഈ പറയുന്ന പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പൗരനായി കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ട്? പൗരത്വ അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സിവിൽ റൈറ്റ്സുകൾ എന്ന് പറയുന്നത്? അത് ഒന്നാമത്തതാണ് എന്ത്? പൗര അവകാശങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് എന്ത്? രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് എന്ത്? സാമൂഹിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇതില് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് താമസിക്കാം. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, കേരളത്തിലാണെങ്കിലും ജമ്മു കാശ്മീരിലാണെങ്കിലും ഇനി നാഗാലാൻഡിലാണെങ്കിലും ഇഷ്ടമുള്ളിടത്ത് നമുക്ക് താമസിക്കാനും നമുക്ക് എവിടെയും അഭിപ്രായം പറയുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനുള്ള ഒരു അവകാശം, നമുക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടമുള്ള മതം, അതിപ്പോ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് മതം സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ദെൻ അതേപോലെ തന്നെ സ്വത്ത് സമ്പാദിക്കാൻ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഫണ്ട് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നതാണ്. പിന്നെ അത് ഭരണഘടനാ ഭേദഗതി 44 ഒക്കെ മാറ്റിയിട്ടുണ്ട്. പണ്ട് ഈ പൗരാവകാശത്തിന്റെ ഭാഗമായിരുന്നു സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇതൊക്കെ നിയമത്തിന് മുന്നിൽ തുല്യരായി നീതി ലഭിക്കാൻ, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും സോഷ്യൽ എക്കണോമിക്കലി ജസ്റ്റിസ് കൊണ്ടുവരാൻ, ഒരു തുല്യമായ നീതി ലഭിക്കാനുള്ള അവകാശം എന്നിവയാണ് ഏതൊക്കെ വരുന്നത്? ഈ വരുന്ന പൗര അവകാശങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങൾ. ഏതൊക്കെയാണ്? നമുക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനും, നമ്മുടെ ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ നമുക്ക് പറയാനും, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും, ദെൻ പണ്ടുണ്ടായിരുന്ന ഇപ്പൊ ഇല്ലാത്ത സ്വത്ത് സമ്പാദിക്കാനുമുള്ള അവകാശമൊക്കെ. അത് നിയമത്തിന് മുന്നിൽ ഉയർന്ന ജാതിയാണെങ്കിലും താഴ്ന്ന ജാതിയാണെങ്കിലും, ഉയർന്ന വർഗ്ഗമാണെങ്കിലും താഴ്ന്ന വർഗ്ഗമാണെങ്കിലും, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും തുല്യമായി നീതിക്കുള്ള അവകാശം എന്ന് പറയുന്നതാണ് എന്ത്? പൗരാവകാശങ്ങൾ എന്ന് പറയുന്ന സംഭവം. ദെൻ രണ്ടാമത്തത് സിവിൽ റൈറ്റ്സിൽ അല്ലെങ്കിൽ പൗരത്വ അവകാശങ്ങളിൽ രണ്ടാമത്തതാണ് ഇത് പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്താണ് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും പൊതു സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുമുള്ള അവകാശങ്ങൾ. പൊതുസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ വാർഡ് മെമ്പർ, ദെൻ അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MLA, MP തുടങ്ങിയിട്ടുള്ള പൊതുസ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുമുള്ള അവകാശങ്ങളൊക്കെ ഏതിൽ വിടുന്നുണ്ട്? പൊളിറ്റിക്കൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ആദ്യകാലങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും ഈ പറയുന്ന അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമൊക്കെ പണ്ട് എല്ലാ ഗവൺമെന്റുകളും നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമൊന്നല്ല. എന്നാൽ ചില രാജ്യങ്ങളിലൊക്കെ എടുക്കുകയാണെന്നെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലൊക്കെ സ്ത്രീകൾക്ക് വോട്ടവകാശങ്ങളൊക്കെ പണ്ടേ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നിശ്ചിത അളവില് സ്വത്തുള്ള പുരുഷന്മാർക്കൊക്കെ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ഒന്നെങ്കിൽ ഇത്ര വയസ്സാവണം, അല്ലെങ്കിൽ ഇത്ര പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഇത്ര സ്വത്ത് ഉണ്ടാവണം. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വോട്ടവകാശത്തിനുള്ള യോഗ്യത മാനദണ്ഡമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം മുൻപ് ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ സമരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ റൈറ്റ്സ് പിന്നീട് എല്ലാ ജനങ്ങൾക്കും കിട്ടിപ്പോന്നിട്ടുണ്ടായിരുന്നത്. ദെൻ തേർഡ് വൺ, സിവിൽ റൈറ്റ്സിന്റെ ഏറ്റവും അവസാനത്തതാണ് എന്താണ്, സാമൂഹിക അവകാശങ്ങൾ എന്ന് പറയുന്ന സംഭവം. ഇത് മൂന്നാമത്തെ തരത്തിലുള്ള ഒരു പൗരത്വാവകാശമാണ്, ഒരു സിവിൽ റൈറ്റ്സ് ആണ്. എന്ത് സാമൂഹിക അവകാശങ്ങൾ എന്ന് പറയുന്നത്? എന്താണ് സാമൂഹിക അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ വ്യക്തിക്കും ഏറ്റവും ചുരുങ്ങിയ നിലവാരത്തില് സാമ്പത്തികപരമായിട്ട് ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, സാമ്പത്തിക പുരോഗതിയും അതേപോലെ തന്നെ സുരക്ഷ, അതൊക്കെ രാജ്യം കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക പുരോഗതിക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും രാജ്യം തന്നെയാണ്. സുരക്ഷയും അനുഭവിക്കാനുള്ള ഒരു വിശേഷ അധികാരമാണ് ഇത്, ഒരു വിശേഷ അവകാശമാണ് ഇത് സാമൂഹിക അവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പം ആരോഗ്യ പരിപാലനമായിക്കോട്ടെ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം. നിങ്ങളുടെ നാട്ടിലുള്ള പല ആൾക്കാരും ഈ പറയുന്ന എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഇത്ര സമയത്തിനുള്ളിൽ തൊഴിൽ കൊടുത്തിട്ടില്ലെങ്കിൽ തൊഴിലില്ലാ വേതനം കൊടുക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ദെൻ അതേപോലെ തന്നെ മിനിമം കൂലി, അതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഈ പറയുന്ന സാമൂഹിക അവകാശങ്ങൾ ഉൾപ്പെടുന്നതാണ്. ആരോഗ്യ പരിപാലനം, നിങ്ങളില്ലേ PHC ഉണ്ടാവും, ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടാവും, പിന്നെ താലൂക്ക് ആശുപത്രി ഉണ്ടാവും, ജില്ലാ ആശുപത്രി ഉണ്ടാവും, മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഗവൺമെന്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം? ജനങ്ങൾക്ക് കൊടുക്കണം. ജനങ്ങളുടെ ഒരു വിശേഷ അവകാശം കൂടിയാണ് ഇത് സാമൂഹിക അവകാശങ്ങൾ എന്ന് പറയുന്ന സംഭവം. മനസ്സിലായോ? അതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തിക്കും, ഏത് രാജ്യത്തിലാണ് അയാളുടെ പൗരത്വമുള്ളത്, ആ രാജ്യത്തിലെ ഓരോ വ്യക്തിക്കും ഏറ്റവും ചുരുങ്ങിയ നിലവാരത്തിൽ സാമ്പത്തിക പുരോഗതിയും സുരക്ഷയും അനുഭവിക്കാനുള്ള അവകാശമാണ് ഇത് സാമൂഹിക അവകാശം എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോ പൗരത്വം പറഞ്ഞപ്പോഴാണ് പൗരത്വത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ആധുനിക രാഷ്ട്രത്തിന്റെ മൂന്നാമത്തെ ഒരു സവിശേഷത ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ദേശീയത അല്ലെങ്കിൽ നാഷണലിസം എന്ന് പറയുന്ന സംഭവം. ഈ ഒരു ഇത് നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സെക്കൻഡ് വേൾഡ് വാർ നമുക്കറിയാം, ഓൾറെഡി അറിയാം 1945 കൂടിയിട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. അതിനുശേഷം വെസ്റ്റേൺ കൺട്രീസിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ സൊസൈറ്റിയിൽ, പാശ്ചാത്യ സമൂഹങ്ങളിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കപ്പെടുകയുണ്ടായി എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അവിടെ ഈ പറയുന്ന രീതിയിലുള്ള സാമൂഹിക അവകാശങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു ക്ഷേമ അവകാശങ്ങൾ, ഒരു വെൽഫെയർ റൈറ്റ്സുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെൽഫെയർ സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ക്ഷേമ രാഷ്ട്രങ്ങൾ ഉടലെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മുൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള ഭരണകൂടങ്ങളിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഏതായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ കോൾഡ് വാറിലുള്ള സോഷ്യലിസ്റ്റ് രാജ്യം ഏതാണ്? USSR ഒക്കെയാണ്. അപ്പം USSR പോലെയുള്ള രാജ്യങ്ങൾ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് സങ്കല്പത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മേഖലയിൽ ധാരാളം പരിമിതികൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ USSRനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. പെരിസ്ട്രോയിക്ക പോലെയുള്ള നടപടികളൊക്കെ നടപ്പിലാക്കിയതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അടുത്ത വർഷം +2 പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മിക്ക വികസ്വര രാജ്യങ്ങളിലും നമുക്ക് ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള സാമൂഹിക അവകാശങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിലനിന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ കോൾഡ് വാറിന്റെ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഈ പറയുന്ന മൂന്നാമത്തെ അവകാശമായിട്ടുള്ള സാമൂഹിക അവകാശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ലോകത്താകമാനം സാമൂഹിക അവകാശങ്ങൾ എന്താണ്, ഒരു രാഷ്ട്രത്തിന്റെ ബാധ്യതയായിട്ട് മാറുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇന്ന് ലോകത്തിന്റെ ഒരു ബാധ്യതയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാറുന്നത്. അപ്പൊ അത് സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്ന ആരോപണമാണ് അതിന്റെ എതിർപ്പിനുള്ള ഒരു പ്രധാന കാരണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ അത് എന്ത് ചെയ്യുന്നു, ആ രാജ്യം സാമ്പത്തികപരമായി ഉയർന്ന കാര്യങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഫണ്ട് ആരോഗ്യ പരിപാലനത്തിന് കൊടുക്കണം, അതിൽ നിന്ന് ഫണ്ട് മിനിമം വേജിന് കൊടുക്കണം, അതിൽ നിന്ന് ഫണ്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ വേതനത്തിന് കൊടുക്കണം. ഇങ്ങനെ രാജ്യം ചെയ്യുന്ന സമയത്ത് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ആരോപണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എതിർപ്പായിട്ട് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. ഇത്രയുമാണ് സാമൂഹിക അവകാശങ്ങളെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് കൊണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു, അതായത് ആധുനിക രാഷ്ട്രത്തിന്റെ സവിശേഷതകളിൽ വരുന്നതാണ് നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത്. ഒരു ദേശീയത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു ഏക രാഷ്ട്രീയ സമുദായത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ബോധം, നമ്മളെല്ലാം ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ബോധം പ്രദാനം ചെയ്യുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളും അതേപോലെ തന്നെ വിശ്വാസങ്ങളുമാണ് നമുക്ക് നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറഞ്ഞിട്ട് ഇതാക്കാം. ഇപ്പൊ നമുക്ക് നോക്കി പറഞ്ഞാൽ ഒരു കൂട്ടം ചിഹ്നങ്ങൾ നമുക്കില്ലേ, അശോക സ്തംഭം നമുക്കുണ്ട്, അത് കണ്ടാൽ എല്ലാ ഇന്ത്യക്കാരും ഉണ്ട് അല്ലെ. ദെൻ അശോക ചക്രം നമുക്കുണ്ട്, ഒരു കൂട്ടം ചിഹ്നങ്ങൾ നമുക്കുണ്ട്, നമുക്ക് അതിന്റെ എന്തുണ്ട്, ഒരു കൂട്ടം വിശ്വാസങ്ങൾ നമുക്കുണ്ട്, ഇന്ത്യൻ പതാക നമുക്കുണ്ട്. അപ്പം ഇങ്ങനെ ദേശീയത വ്യക്തികളില് ഒരു ഐക്യബോധവും രാജ്യസ്നേഹവും എന്ത് ചെയ്യുന്നുണ്ട്, ജനിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിബോധവും രാജ്യസ്നേഹവും എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളിൽ ജനിപ്പിക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷുകാരനോ ഇന്ത്യക്കാരനോ ഇന്തോനേഷ്യക്കാരനോ അല്ലെങ്കിൽ ഫ്രഞ്ചുകാരനോ ആയതിനാൽ അവരെന്ത് ചെയ്യും, ആ രാജ്യത്തിൽ അവരുടെ ഒരു അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. നമ്മുടെ അഭിമാനം കൊള്ളാര് ഒന്നെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ദേശീയതയാണ് അല്ലെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്ത് നമ്മൾ കുറെ മിലിറ്ററിക്കാരെ കൊല്ലുമ്പോൾ അന്ന് നമുക്ക് ഭയങ്കര ദേശീയതയാണ്. പിന്നെ ദേശീയതുള്ള 2 ടൈമില് എന്തൊക്കെയാണ് നമുക്ക് ദേശീയ ഉണ്ടാവുന്ന 2 ഒന്ന് ആഗസ്റ്റ് 15 അന്ന് ഒടുക്കത്തെ ദേശീയത ആയിരിക്കും, കാരണം അന്ന് എല്ലാവരും ഭയങ്കര സ്റ്റാറ്റസ് വെക്കും. ദെൻ ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ആകപ്പാടെ ഈ 4 ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ടിട്ടും നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ദേശീയത ഉണ്ടാകുന്ന ഒരു കാര്യം. നമ്മളൊരു രാഷ്ട്രത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പം ദേശീയത എന്ന് പറയുന്നത് ഒരു ആധുനിക പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ആധുനിക രാഷ്ട്രങ്ങളുടെ ഒരു ആവിർഭാവം, അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത്, ഒരു എമർജ് ചെയ്യുന്നതൊക്കെ തന്നെ ഈ നാഷണലിസം എന്ന് പറയുന്ന ദേശീയതയുടെ ബേസിൽ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ആഗോള വിപണിയിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ ലെവലിൽ നമുക്കറിയാം, ഇപ്പോൾ ഗ്ലോബലൈസേഷന്റെ ലെവലുകളുള്ള കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള ആഗോള വിപണിയിൽ ഇതേ രീതിയിലുള്ള ഒരു ത്വരിതഗതിയിലുള്ള വ്യാപനമൊക്കെ അല്ലെങ്കിൽ കടുത്ത ദേശീയ വികാരങ്ങളൊക്കെ അല്ലെങ്കിൽ പോരാട്ടങ്ങളൊക്കെ സമകാലിക ലോകത്തിന്റെ സവിശേഷതകളാണ്. അത് തന്നെയാണ് ഇപ്പൊ ഡൽഹിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ രീതിയിൽ ആഗോള വിപണിയിലേക്ക് നമ്മളുടെ ഇന്ത്യൻ വിപണിയെ വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ദേശീയ വികാരങ്ങൾ എങ്ങനെയാണ് ഉണരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പം സോഷ്യോളജി ഈ പറയുന്ന അധികാരത്തിന്റെ ഒരു വിശാലമായ പഠനത്തിൽ എപ്പോഴും സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, താല്പര്യം കാണിക്കുന്നുണ്ട്. അത് പാർട്ടികൾക്കിടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ വർഗങ്ങൾക്കിടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ജാതികൾക്കിടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ വംശമോ അല്ലെങ്കിൽ ഭാഷയോ മതമോ എന്തെങ്കിലും അടിസ്ഥാനമായിട്ടാണെങ്കിലും അതിലൊക്കെ അധികാരത്തിന്റെ ഒരു വിശാലമായ പഠനത്തില് അല്ലെങ്കിൽ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന അധികാര വിഭജനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യങ്ങൾ ആര് കാണിക്കുന്നുണ്ട്, സോഷ്യോളജി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിയമനിർമ്മാണ സഭകൾ എടുത്താലും അതേപോലെ തന്നെ നമ്മുടെ നഗരസമിതികൾ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള രാഷ്ട്രീയ സമാജങ്ങളെ പഠനത്തിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ വിദ്യാലയങ്ങള്, ബാങ്കുകള്, അല്ലെങ്കിൽ മതസ്ഥാപനങ്ങള് തുടങ്ങിയ രാഷ്ട്രീയത്തിനും അതിന്റെ അപ്പുറത്തേക്കും ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. ഈ സമാജങ്ങൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സബ്ജക്റ്റുകളാണ് സോഷ്യോളജിയിലൊക്കെ. അപ്പൊ സോഷ്യോളജിയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് അത് നല്ലൊരു വാസ്റ്റ് ഏരിയസിൽ തന്നെയാണ് കിടക്കുന്നത്. അതിന്റെ ഒരു പഠനം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഈ ഒരു കൊല്ലത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യോളജിയുടെ ലാബ് എന്ന് പറയുന്ന സൊസൈറ്റിയാണ്. 4 ചുമരുകൾക്കല്ല. അപ്പൊ 4 ചുമരുകൾക്കല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ പെടുന്ന എല്ലാ വിഷയങ്ങളും നല്ല വ്യാപ്തിയിൽ തന്നെയാണ് സോഷ്യോളജിയുടെ ഒരു സബ്ജക്ട് ഏരിയാസിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് ചിലപ്പോൾ അന്തർദേശീയമായ പ്രസ്ഥാനങ്ങൾ, ഇന്റർനാഷണൽ ആയിട്ടുള്ള മൂവ്മെന്റ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വനിതാ പ്രസ്ഥാനം, വുമൺ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിപ്കോ മൂവ്മെന്റ് പോലെയുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മുതൽ ഗ്രാമീണ വിഭാഗങ്ങളുടെ പഠനം വരെ എന്തുണ്ട്,
സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സോഷ്യോളജിയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ്ലി ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അത്രയും ഏരിയയിലുള്ള പഠനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യോളജിക്കകത്ത് പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് സോഷ്യോളജി റിലീജിയനെ അല്ലെങ്കിൽ മതത്തെ എങ്ങനെയാണ് സോഷ്യോളജി നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ എല്ലാം എങ്ങനെയാണ് സോഷ്യോളജി നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ചാണ്. അതിന് തൊട്ട് മുന്നേ പറഞ്ഞത് എക്കണോമിക്കൽ ലൈഫാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മതത്തിനെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. റിലീജിയൻ അല്ലെങ്കിൽ മതം. സോഷ്യോളജി എങ്ങനെയാണ് മതത്തെ പഠിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് റിലീജിയൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഇത് റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത്. മതം നമുക്കറിയാം പണ്ട് മുതലേ ഒരു പഠന വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം സമൂഹത്തെക്കുറിച്ചുള്ള സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായ കണ്ടെത്തലുകൾ ഈ മതപരമായ നിരീക്ഷണങ്ങളിൽ നിന്ന് എന്താണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ അത് ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് മതം അല്ലെങ്കിൽ മതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടൊരു കാര്യമാണ്. കാരണം മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിന്റെ ഒരു സോഷ്യോളജിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് അത് മതപരവും അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ പഠനങ്ങളിൽ നിന്ന് പല വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് വ്യത്യാസമാണ് എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണ് അത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തത് മതങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും അതിന് മറ്റ് സ്ഥാപനങ്ങളുമായിട്ടുള്ള മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണ് എന്നതുകൊണ്ട് അത് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു എംപെരിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു അനുഭവസിദ്ധമായിട്ടുള്ള പഠനങ്ങൾക്കാണ് സോഷ്യോളജി മതത്തെ കുറിച്ചിട്ട് ഒന്നാമത് നടത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് സമൂഹശാസ്ത്രം ഒരു താരതമ്യം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പഠനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് മതവിശ്വാസങ്ങള് അല്ലെങ്കിൽ മതത്തിന്റെ അനുഷ്ഠാനങ്ങള് അല്ലെങ്കിൽ മതത്തിന്റെ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് സമൂഹത്തെയും അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെയും മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യോളജി മൂന്നാമത് ഇതിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സോഷ്യോളജി റിലീജിയനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മതത്തെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഒന്നാമത്തത് എന്താണ് ഞാൻ പറഞ്ഞത്, മതങ്ങൾ എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിനെയും അത് മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ട് എങ്ങനെയാണ് അതിന്റെ ബന്ധം എന്നുള്ള അത് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു എംപെരിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു അനുഭവ സിദ്ധമായിട്ടുള്ള പഠനമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സമൂഹശാസ്ത്രം ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു താരതമ്യാത്മക രീതി എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തത് മതത്തിന്റെ വിശ്വാസങ്ങള് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങള് അല്ലെങ്കിൽ മത സ്ഥാപനങ്ങള് ഇതൊക്കെ എങ്ങനെയാണ് സമൂഹത്തെയും അല്ലെങ്കിൽ സംസ്കാരത്തിന്റെയും മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുന്നത് എന്നതിനെ കുറിച്ചിട്ട് 3 രീതിയിലുള്ള പഠനമാണ് എന്ത് ചെയ്യുന്നത് സോഷ്യോളജി നടത്തുന്നത്. ഇതിൽ ഈ നേരത്തെ പറഞ്ഞ ഒരു എംപെരിക്കൽ ആയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ അനുഭവസിദ്ധമായിട്ടുള്ള ഒരു രീതിയും അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ താരതമ്യാത്മകമായിട്ടുള്ള രീതിയും ഈ ഒരു പഠനത്തിൽ സോഷ്യോളജി അല്ലെങ്കിൽ സമൂഹശാസ്ത്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായ പ്രതിഭാസങ്ങളെ കുറിച്ചിട്ട് സോഷ്യോളജിസ്റ്റുകൾ വിധി നിർണയം ഒരിക്കലും നടത്താറില്ല. ഏത് മതത്തിന്റെയും ആ മതപരമായ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണോ ആ പ്രതിഭാസങ്ങളെ കുറിച്ചിട്ട് ഒരിക്കലും സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്യാറില്ല, വിധി നിർണയം നടത്താറില്ല. ഇങ്ങനെ വിധി നിർണയത്തെ സമീപനത്തെ ഒഴിവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എംപെരിക്കൽ മെത്തേഡിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവ സിദ്ധമായ രീതിയാണ് സോഷ്യോളജി ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കമ്പാരിറ്റീവ് മെത്തേഡ് നേരത്തെ പറഞ്ഞു ഒരു താരതമ്യാത്മക രീതിയും ഇതേപോലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമൂഹങ്ങളിലും ഒരേ തലത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. എല്ലാ സമൂഹങ്ങളെയും ഒരേ തലത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യപ്പെടുന്നത്. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അതിൽ ഒരു പക്ഷപാതരഹിതമില്ല. ഇന്ന സമൂഹത്തിൽ ഇത്രയും ചെയ്യണം അല്ലെങ്കിൽ ഈ രീതിയിൽ കമ്പയർ ചെയ്താൽ മതി അല്ലെങ്കിൽ വേറൊരു സമൂഹത്തിൽ ഇന്ന രീതിയിൽ കമ്പയർ ചെയ്താൽ മതി, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ മതത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരു മുൻവിധിയും വെക്കാത്ത രീതിയിൽ തന്നെയാണ്, ഒരു പ്രജുഡിസ് മൈൻഡും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോഷ്യോളജിസ്റ്റുകൾ പഠനം നടത്തുന്നത്. അപ്പൊ അത് കുടുംബജീവിതമായിക്കോട്ടെ, സാമ്പത്തിക ജീവിതമായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതമായിക്കോട്ടെ, ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മതജീവിതത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സോഷ്യോളജിക്കലി ഉള്ള ഒരു വ്യൂ അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായ ഒരു വീക്ഷണം നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അപ്പം ഇങ്ങനെയുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സോഷ്യോളജി
മതത്തെ പഠിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു 3 രീതിയിലുള്ള നമ്മൾ പറഞ്ഞ ഒന്ന് എംപിരിക്കൽ സ്റ്റഡിയുടെ, ഒന്ന് കമ്പാരിറ്റീവ് ആണ്, ഒന്ന് അവരുടെ ഈ പറയുന്ന അവരുടെ റിച്വൽസ് ബിലീവ്സിനൊക്കെ എങ്ങനെയാണ് സമൂഹത്തിലെ മറ്റുള്ള സാംസ്കാരികപരമായിട്ടും സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ മതങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്, മതങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ്, എല്ലാ മതങ്ങളിലും കാണുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതൊരു സമൂഹത്തിൽ എടുത്തു കഴിഞ്ഞാലും മതം നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പണ്ട് കാലം മുതൽ ഇങ്ങോട്ടുള്ള സമൂഹത്തിലെ മാറ്റങ്ങൾ വന്നപ്പോൾ മുതൽ മതം അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മതപരമായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സംസ്കാരത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിന്റെ സംസ്കാരമായിരിക്കില്ല തമിഴ്നാട്, അതായിരിക്കില്ല ഉത്തർപ്രദേശിലുള്ളത്. പക്ഷെ അവിടെയൊക്കെ ഏതെങ്കിലും ഇപ്പൊ ഹിന്ദു മുസ്ലിമോ ഏത് മതം നിലനിന്നിരുന്നാലും ആ മതത്തിനൊക്കെ തന്നെ അവരുടെ വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എന്തുണ്ടാവും, പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാലും എല്ലാ മതങ്ങൾക്കും പൊതുവായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. ഏതാണ് പൊതുവായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സുകൾ എന്ന് പറയുന്നത്? ഒന്ന്, ആദരവ് അല്ലെങ്കിൽ ഭയഭക്തി ബഹുമാനം ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാത്തിലും ഉണ്ടാവും. ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ കുരിശുണ്ടാവും, അല്ലെങ്കിൽ ചന്ദ്രകല ഉണ്ടാവും, അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിഹ്നം ഉണ്ടാവും. ഇങ്ങനെയുള്ള ആദരവ് ഭയഭക്തി ബഹുമാനം ഉണർത്തുന്ന ചിഹ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ആചാരങ്ങൾ, അല്ലെ, ഇഷ്ടംപോലെ ആചാരങ്ങൾ ഉണ്ടാവും. ഒരു കുട്ടി ജനിച്ച് ഒരു കുട്ടി മരിക്കുന്നത് വരെ ഓരോ മതത്തിലും അതിന്റെ ആചാരങ്ങളുണ്ട്, അതേപോലെ അതിന്റെ ചടങ്ങുകളുണ്ട്. അതേപോലെ തന്നെ വിശ്വാസികളുടെ ഒരു സമുദായം എല്ലായിടത്തും കാണാൻ പറ്റും. ഏതൊരു മതം എടുത്തു കഴിഞ്ഞാലും വിശ്വാസികളായിട്ടുള്ള കുറെ ആൾക്കാരുടെ ഒരു സമുദായത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ മതവുമായി ബന്ധപ്പെട്ട നാനാവിധത്തിലുള്ള ആചാരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് പ്രാർത്ഥനയായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലര് പ്രാർത്ഥിക്കും, ചിലര് മന്ത്രോച്ചാരണം ചെയ്യും, ചിലരെന്ത് ചെയ്യും, ഗാന ആലാപനം നടത്തും. അത് ഓരോ മതത്തിന്റെയും ഓരോ രീതിയാണ്. ചില തരത്തിലുള്ളവര് ചില രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ, ചിലര് ചില ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കൂലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പന്നി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രിസ്ത്യൻസ് തിന്നുമ്പോൾ ആ പന്നീനെ ഒരിക്കലും ആരുന്നില്ല, മുസ്ലിം കഴിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ ചിലര് ഉപവാസം അനുഷ്ഠിക്കും, അല്ലെ. ഇപ്പൊ നിങ്ങൾ ചില നോമ്പുകളിൽ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹിന്ദുക്കൾ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നുണ്ട്, ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പം ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിലും ഇതേ രീതിയിലൊക്കെ ഉപവാസത്തിലൊക്കെ അതേപോലെ തന്നെയാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. അത് മതപരമായ ചിഹ്നങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാധാരണ ജീവിതത്തിൽ നമ്മൾ നടത്തി പോരുന്നുണ്ട്. നമുക്ക് ഏതൊരു രീതി എടുക്കുകയാണെങ്കിലും ഏതൊരു സമാനമായ നടപടികളിൽ നിന്നും മറ്റൊരു മതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും. ഇപ്പൊ 2 മതത്തിലും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ രണ്ടും 2 രീതിയിലായിരിക്കും ചടങ്ങുകൾ ഉണ്ടാവുക. അങ്ങനെ വ്യത്യസ്തമായിരിക്കും ഇപ്പം ദൈവത്തിനെ ആരാധിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലർ മെഴുകുതിരി കത്തിച്ച് ആരാധിക്കുന്നുണ്ട്, ചിലർ നിലവിളക്കൊക്കെ കൊളുത്തിയിട്ട് ആരാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യാസമാണ്. ചിലപ്പോൾ ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലർ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. അത് പക്ഷെ കറണ്ട് പോയതിനാണ് മെഴുകുതിരി കത്തിക്കുന്നത്, അല്ലാതെ ദൈവത്തിന് വേണ്ടിയിട്ട് മെഴുകുതിരി കത്തിക്കില്ല. അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ട്. അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, ദൈവത്തിന് വേണ്ടിയിട്ട് കത്തിക്കുന്നില്ല. അത് രണ്ടും തമ്മിൽ എന്താണ്, ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ ഒരു വ്യക്തികളെ പലപ്പോഴും അയാളുടെ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ, അയാളാണെങ്കിലും അവളാണെങ്കിലും ആരുടെ ജീവിതത്തിലാണെങ്കിലും അത് സ്വകാര്യമായിട്ട് അനുഷ്ഠിക്കുകയാണ് പൊതുവെ പതിവായി. സ്വകാര്യമായിട്ട് തന്നെയാണ് ദൈവത്തെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ തന്നെ. എന്നാൽ വ്യക്തികൾ കൂട്ടമായി അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പള്ളിയിൽ ജുമ കൂടുന്ന സമയത്ത് എല്ലാവരും കൂട്ടമായിട്ട് തന്നെയാണ്. ഇനി അമ്പലത്തിൽ എന്തെങ്കിലും ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂട്ടമായിട്ട് തന്നെയാണ്. പള്ളിയിൽ പള്ളിപ്പെരുന്നാൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ കൂട്ടമായിട്ട് തന്നെ. അപ്പം ഇങ്ങനെയുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിറയുന്ന ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് നടക്കുക. ആ പ്രത്യേക സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നെങ്കിൽ പള്ളികൾ, അല്ലെങ്കിൽ ദേവാലയങ്ങൾ, അല്ലെങ്കിൽ അമ്പലങ്ങൾ എന്നൊക്കെ പേരിട്ട് വിളിക്കും. അപ്പം മതം എന്ന് പറയുന്നത് എപ്പോഴും നോക്കുകയാണെങ്കിൽ ഏത് മതമാണെങ്കിലും, അല്ലെങ്കിൽ മതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതൊരു വിശുദ്ധ മണ്ഡലമാണ്, അല്ലെങ്കിൽ വിശുദ്ധ മണ്ഡലത്തെ കുറിച്ചുള്ളതാണ് എന്ത് മതം പ്രധാനമായിട്ടും പറയുന്നത്. കാരണം ഒരു വിശുദ്ധ മണ്ഡലത്തിലേക്ക് ഒന്നെങ്കിൽ പ്രവേശിക്കുന്ന സമയത്ത്, മതം എന്ന് പറയുന്ന ഒരു വിശുദ്ധ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അമ്പലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പള്ളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേവാലയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വിശുദ്ധ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചില മതങ്ങളിലെ അംഗങ്ങൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ശിരസ് മൂടും, തലയ്ക്കൂടെ മുണ്ടിടും. ചിലരെന്ത് ചെയ്യും, ആ തലയ്ക്കൂടെ ഇട്ട മുണ്ട് എന്ത് ചെയ്യും, ഒഴിവാക്കും. ചിലര് പാദരക്ഷകൾ അയച്ചു വെച്ചു പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടായിരിക്കും കയറുക. അപ്പം ഓരോ മതത്തിലും ഒരു വിശുദ്ധ മണ്ഡലം, ഒരു പ്രൊഫൈനായിട്ട് ഈ പറയുന്ന റിലീജിയൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അവിടെ നമുക്ക് ഭയഭക്തി ബഹുമാനമുണ്ട്. അത് പുണ്യസ്ഥലങ്ങളോടുള്ള സാഹചര്യങ്ങളോടുമുള്ള ആദരവാണ് കാണിക്കുന്നത്. ചില പുണ്യസ്ഥലങ്ങൾ, എല്ലാവർക്കും പുണ്യസ്ഥലങ്ങളുണ്ട്, എല്ലാ മതക്കാർക്കും ഉണ്ടല്ലേ, എല്ലാവരും പോവാറുണ്ട്. ഇപ്പം
വേളാങ്കണ്ണി പോകുന്ന ക്രിസ്ത്യൻസ് ഉണ്ട് അല്ലെ, മക്ക മദീനയിൽ പോകുന്ന മുസ്ലിംസുകളുണ്ട്, ശബരിമല പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ഹിന്ദുസുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സാഹചര്യങ്ങളോട് കൂടി ചേർന്നിട്ട് അവരെ ആദരവ് കാണിക്കാനും അല്ലെങ്കിൽ അവരിൽ കാണുന്ന ഒരു പൊതുവായ സവിശേഷതകൾ, ഒരു ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സമുദായം ഓരോ വിശുദ്ധ മണ്ഡലത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വിശുദ്ധമായി തന്നെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. ആചാരങ്ങളൊക്കെ വിശുദ്ധമായി തന്നെ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് വിശുദ്ധമായിട്ട് തന്നെയാണ് അതിനെ നിലനിർത്തുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് നേരിട്ട് പോകല്ലോ, ഇല്ല, അതിന്റെ മുന്നേ ഉള്ളു കൊടുക്കൂലേ? അപ്പം അതിനെ ഒരു വിശുദ്ധമായി കണ്ടത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ അതേ രീതിയിൽ മാറ്റി നിർത്തുന്നത്. അപ്പം ഒരു വിശുദ്ധ വസ്തുക്കൾ ഒരു പ്രാകൃത ശക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഓരോ മതത്തിലും ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസം ചിലപ്പം ഒരു വൃക്ഷത്തിന്റെ രീതിയിലാവാം. അമ്പലങ്ങളിലൊക്കെ പറഞ്ഞാൽ ആൽ എന്ന് പറയുന്ന ഒരു വൃക്ഷം ഉണ്ടല്ലേ, ആ ഒരു വൃക്ഷത്തെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു ശക്തി അവിടെ ഉണ്ടാവും. അമ്പലത്തിന്റെ ഒരു വിശുദ്ധ ഒരു ഗുണം എന്ന് പറയുന്നത് ആ ആലിനാണ്, അല്ലെങ്കിൽ അതൊരു പ്രകൃതിയായിട്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പ്രകൃതിയായിട്ടുള്ള ഒരു ശക്തിയാണ്, ഒരു വിശ്വാസമാണ്. അല്ലെങ്കിൽ ആദ്യകാല ബുദ്ധമതത്തിലും ഇതേപോലെയുള്ള കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ഒരു പ്രകൃതി സങ്കല്പമൊന്നും ബുദ്ധമതത്തിലില്ല. ഓരോ മതത്തിനും ഓരോ സങ്കല്പങ്ങളും കാര്യങ്ങളാണ്. ഇപ്പൊ കാവുകള് അല്ലെങ്കിൽ അമ്പലങ്ങള്, മരങ്ങള്, ചിലർക്ക് ചില സ്ഥലങ്ങളിൽ ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്നാൽ അതൊക്കെ വിശുദ്ധി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വരുന്ന വിശുദ്ധ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ കരുതുന്ന വസ്തുക്കളും ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ്, പണ്ട് കാലത്തെ അതേ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും അതിനെ ആദരിക്കപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു മതത്തിന്റെ സവിശേഷതകൾ നമ്മൾ എല്ലാ മതത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ദെൻ ഇനി നമ്മൾ പറയുന്നത് മതത്തിന് മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ മതം എടുത്തു നോക്കുന്ന സമയത്ത് മതത്തിന് മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയായിരിക്കും? മതം മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് അധികാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അടുത്ത ബന്ധം മതത്തിനുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധം തന്നെയാണുള്ളത്. കാരണം ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സോഷ്യൽ ചേഞ്ചസിന്, സാമൂഹിക മാറ്റത്തിന് അതിനു വേണ്ടിയുള്ള ഇഷ്ടം പോലെ മതപ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ലിംഗവിവേചനത്തിനെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിന്റെ എക്സാമ്പിളുകളാണ്. ഇതൊക്കെ മതവും രാഷ്ട്രീയപരമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളുകളാണ്. അപ്പൊ മതം ഒരു വ്യക്തിയുടെ സ്വകാര്യ വിശ്വാസത്തിൽ മാത്രമല്ല, അത് പൊതു സ്വഭാവം കൂടി എന്തിനുണ്ട്, മതത്തിനുണ്ട്. കാരണം മതത്തെ മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി, മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങളുമായി നല്ല രീതിയിൽ ബന്ധപ്പെടുത്തുന്നുണ്ട്. അത് ഒരു പൊതു സ്വഭാവം കൂടി ഏതിനുണ്ട്, സ്വകാര്യ മണ്ഡലത്തിന്റെ പുറത്തേക്ക് മതത്തിന് ഒരു പൊതു സ്വഭാവം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിപ്പോ രാഷ്ട്രീയപരമായുള്ള രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നതിന് സോഷ്യോളജിസ്റ്റുകൾ വലിയ താല്പര്യം പണ്ട് മുതലേ കാണിച്ചിട്ടുണ്ട്. കാരണം സൊസൈറ്റി ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സമൂഹം പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് മതത്തിന്റെ സ്വാധീനം ഇല്ലാതായി തീരുമെന്നുള്ളതാണ് ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള കാൾ മാക്സ്, എമിലി ഡർക്കീം, മാക്സ് വെബർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നത് എന്താണ്, സമൂഹം ഡെവലപ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ സമൂഹം പുരോഗതി ഉണ്ടാകുന്നതിനനുസരിച്ച് മതത്തിന്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം കുറയുമെന്നുള്ളതാണ്. മറിച്ചെന്താവും, അതോടെ അവിടെ ഒരു മതേതരത്വം, ഒരു സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുമെന്നും അങ്ങനെ ഉണ്ടാകും എന്നൊക്കെയാണ്. പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ പല തലങ്ങളിലും മതത്തിന്റെ സ്വാധീനം ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ സമൂഹം ഈ പറയുന്ന രീതിയിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ മതേതരത്തിനേക്കാളും കൂടുതൽ മതം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി പറ്റും. ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് അത് അവിടെ നിർത്താനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ആ തിയറി പൊളിച്ചു എഴുതുന്ന മാതിരിയാണുള്ള സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മതം എങ്ങനെയാണ് ഒരു സാമൂഹിക സാമ്പത്തിക പെരുമാറ്റത്തിന്റെ തലങ്ങളിലേക്ക് പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധത്തെ കുറിച്ച് നമ്മുടെ മാക്സ് വെബർ, ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് മുതലാളിത്തം അറിയാലോ, കൊളോണിയൽ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ക്യാപിറ്റലിസം എന്ന് പറയുന്ന സംഭവം, അത് അതിന്റെ ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത് കാൽവിനിസം എന്ന് പറയുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാൽവിനിസം എന്ന് പറയുന്നത്, കാൽവിനിസം ഒക്കെ പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. കാൽവിനിസം എന്ന് പറയുന്നത് വലിയൊരു സ്വാധീനം ചെലുത്തുന്ന ഒരു സംഭവമാണ് മാക്സ് വെബർ വാദിക്കുന്ന ഒരു കാര്യം. കാരണം എന്താണ്, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്
ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് കാൽവിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് കാൽവിനിസ്റ്റുകൾ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ഏതൊരു തൊഴിലും ചെയ്യേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കണം എന്നുള്ള രീതിയാണ് കാൽവിനിസ്റ്റുകൾ ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ ലൗകിക പ്രവർത്തികൾ പോലും അത് ആരാധനയായിട്ട് നമ്മൾ മാറ്റണം എന്നുള്ള രീതിയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്, കാൽവിനിസ്റ്റുകളുടെ ഒരു കാഴ്ചപ്പാട്. കാരണം അവര് ദൈവഹിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിനർത്ഥം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാൽവിനിസ്റ്റുകൾ പറയുന്ന ഒരു രീതി. എന്നാൽ അത് ഏത് രീതിയിലുള്ള വിധിയാണ് തനിക്ക് കിട്ടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ നിശ്ചയം എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒരു അടയാളം എന്താണ് എന്നുള്ളത് കാൽവിനിസ്റ്റുകൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നുള്ളത് അതിന്റെ ഒരു അടയാളം എന്നുള്ളത് കാൽവിനിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന രീതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ നിശ്ചയം ഇന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജനങ്ങള് പരിശ്രമിച്ചിട്ട്, അത് അയാളുടെ തൊഴിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ, അയാളുടെ തൊഴിലിൽ ഒരു സ്ഥിരത കാണിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തു കഴിഞ്ഞാല് ദൈവം അയാളിൽ സന്തുഷ്ടനായി, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള വാതിലിന്റെ അടുത്താണ് എന്നുള്ള രീതിയൊക്കെയാണ് കാൽവിനിസ്റ്റുകൾ പറയുന്ന ഒരു രീതി. സന്തുഷ്ടനായി എന്നുള്ള ഒരു അടയാളമാണ് എന്നുള്ള രീതിയിലാണ് കാൽവിനിസ്റ്റുകൾ ഈ കാര്യത്തെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ സമ്പാദിക്കുന്ന പണമൊക്കെ തന്നെ ഈ പറയുന്ന ലൗകിക കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യന് എപ്പോഴും ഒരു ചിന്തകളിലും കാര്യങ്ങളും മനുഷ്യന്റെ ജീവിതം പോകാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ തങ്ങളുടെ സമ്പത്ത് എന്താണ് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യണം, നിക്ഷേപിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ നിക്ഷേപം ഒരു പുണ്യപ്രവൃത്തിയായിട്ട് തീരും എന്നുള്ളതാണ് മാക്സ് വെബർ കാൽവിനിസം എന്ന് പറയുന്ന ഒരു തിയറിയിലൂടെ കൊണ്ടുവരുന്ന ഒരു കാര്യം. കാരണം മുതലാളിത്തത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ നിക്ഷേപമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ തന്നെയാണ് അത് ക്യാപിറ്റലിസം കൊണ്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു മതത്തിന്റെ സാമ്പത്തിക വികസനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാക്സ് വെബർ ഈ പറയുന്ന കാൽവിനിസത്തിൽ പറയുന്നത്. പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ഓഫ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന മാക്സ് വെബറിന്റെ ബുക്കിനകത്ത് മാക്സ് വെബർ പറയുന്ന ഒരു കാര്യമാണ്. കാരണം മതം സമൂഹത്തിൽ ഒരു പ്രധാന ഭാഗമാണ്. അതിനാൽ സമൂഹത്തിൽ നിന്ന് വേർപ്പെടുത്തി നിർത്താൻ മതത്തിനെ പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ഓഫ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസത്തിൽ മാക്സ് വെബർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം സമൂഹത്തിന്റെ ശക്തികൾ പലപ്പോഴും മതസ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് രാഷ്ട്രീയ ചർച്ചകളായിക്കോട്ടെ, സാമ്പത്തിക സാഹചര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ലിംഗ നിയമങ്ങളായിക്കോട്ടെ, എന്നിവ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മതത്തിന്റെ പെരുമാറ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലായ്പ്പോഴും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ലോക ജനസംഖ്യയിലെ പകുതിയോളം വരുന്നതും സ്ത്രീകൾ തന്നെയാണ്. ലോകത്തിലെ മൊത്തം ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ ഒരു വിഭാഗത്തിന് മതവുമായുള്ള ബന്ധം സോഷ്യോളജിസ്റ്റിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പഠന വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം മതത്തില് സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പെടുന്ന ആൾക്കാരെ വേർപ്പെടുത്താനാകാത്ത ഒരു ബന്ധം എന്തിനുണ്ട്, മതത്തിലുണ്ട്. അത് ഉയർന്നവനായാലും താഴ്ന്നവനായാലും, അതായത് ആണായാലും പെണ്ണായാലും ആരായാലും. അപ്പം ഈ ഉള്ള പരസ്പര ബന്ധത്തെ തുറന്നു കാട്ടുന്ന എന്നാണ് എന്ത് ഒരു സോഷ്യോളജിസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത്. അപ്പം പരമ്പരാഗത സമൂഹങ്ങളിലെ ഒരു സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മതം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പണ്ട് കാലത്താണെന്നുണ്ടെങ്കിലും. അല്ല, മതപരമായ ചിഹ്നങ്ങളും അനുഷ്ഠാനങ്ങളും പലപ്പോഴും സമൂഹത്തിന്റെ ഭൗതികവും അല്ലെങ്കിൽ കലാപരവുമായിട്ടുള്ള സംസ്കാരത്തിൽ ഇഴങ്ങി ചേർന്നിട്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ടായിരുന്നത്. ഇതാണ് മതവും സാമൂഹ്യ സാമ്പത്തിക സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് മാക്സ് വെബറിന്റെ പുസ്തകമായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ഓഫ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ബുക്കിനകത്ത് കാൽവിനിസം എന്ന് പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റിലീജിയനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത് സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ആജീവനാന്ത പ്രോസസ്സാണ്, അല്ലെങ്കിൽ ജീവിത അവസാനം വരെയുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. അത് ഈ പറയുന്ന രീതിയിൽ ഫോർമലോ ഇൻഫോർമലോ, ഔപചാരികവും അനൗപചാരികവുമാകാം. സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകമാണ് എന്ത് സ്കൂൾ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു സ്കൂളിൽ പ്രവേശനം ലഭിക്കുക എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമ്പോഴെങ്കിലും മറ്റു ലിസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്നറിയാം.
കാരണം ആരോ ഒരാൾ ക്ലാസ്സിൽ പറയുന്നത് കേട്ടു, ഇന്ന ടീച്ചർ എനിക്ക് ആ പഠിച്ച സ്കൂളിൽ തന്നെ അവസരം തരാമെന്ന് പറഞ്ഞു, പക്ഷെ തന്നില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സ്കൂളിൽ പ്രവേശനം ലഭിക്കുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പൊ സ്കൂളുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ തൊഴില് അല്ലെങ്കിൽ തൊഴിലിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് തന്നെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തെ എല്ലാവരും കാണുന്നത്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ചില സാമൂഹ്യപരമായിട്ടുള്ള വൈവിധ്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളായിട്ടുള്ള ആൾക്കാരെ ആർജിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളുകളിൽ നിന്നിട്ടുള്ള. അപ്പം വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഇന്ന് എന്തുണ്ട്? മൊത്തത്തിൽ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കുട്ടികൾ എന്ത് ചെയ്യുന്നത്? സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പൊ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സംഘ പൈതൃകം എപ്പോഴും നമുക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീട്ടിലാകുമ്പോൾ ആ കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ കുട്ടിയുടെ ഏജിലുള്ള കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിൽ വരുന്ന രീതിയിൽ ഒരു സംഘ പൈതൃകം നമുക്ക് പകർന്നു നൽകാനുള്ള ഒരു വിനിമയ പ്രക്രിയയും കൂടിയാണ് എന്ത്? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നുള്ളതാണ് സോഷ്യോളജി നോക്കി കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പഴയകാല ലളിത സമൂഹങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഒരു മോഡേൺ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും തമ്മിൽ ഒരു എന്താ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുണാത്മകമായിട്ടുള്ള ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നമുക്ക് പൊതുവെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പണ്ടത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ലളിത സമൂഹങ്ങളിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമൂഹങ്ങളിൽ ഔപചാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? കുട്ടികൾ മുതിർന്നവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ആചാരങ്ങളും അല്ലെങ്കിൽ രീതികളും പഠിക്കുകയാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ, പഴയ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ലളിത സമൂഹങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി എപ്പോഴും ഒരു അനൗപചാരികമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഒരു മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റിയിൽ എടുക്കുകയാണെങ്കിൽ, ആധുനിക സങ്കീർണ സമൂഹങ്ങളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോർമൽ ആയിട്ട് തന്നെയാണ് എന്തുള്ളത്? വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയാം സാമ്പത്തികമായിട്ട് ഒരു തൊഴിൽ വിഭജനം നടക്കുന്നുണ്ട്. വീടുകളിൽ നിന്നിട്ട് തൊഴിലിന്റെ ഒരു സ്ഥാനമാറ്റം ഇപ്പോൾ ഫാക്ടറികളിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതേപോലെ തന്നെ ഒരു സവിശേഷമായ പഠനത്തിന്റെ വൈവിധ്യം ആർജിക്കേണ്ടതിന്റെ ആവശ്യകത ഈ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇങ്ങനെ രാഷ്ട്രത്തിന്റെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്ര വ്യവസ്ഥകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ രാജ്യങ്ങളെ ഉയർച്ചകളെ കുറിച്ചിട്ടും അതിന്റെ ചിഹ്നങ്ങളും ആശയങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അനൗപചാരികപരമായ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അനൗപചാരികമായി ഈ പറയുന്ന കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിനെല്ലാം തന്നെ ഈ പറയുന്ന ഔപചാരികപരമായിട്ട് അല്ലെങ്കിൽ ഫോർമൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല നമ്മളുടെ പഴയ കാലത്തുള്ള മാതാപിതാക്കന്മാർക്കും മുതിർന്നവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അടുത്ത തലമുറകൾക്ക് നമുക്ക് ഒരു അനൗപചാരികമായി പകർന്നു കൊടുക്കാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുകയില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞു പറയുന്നത്, സ്വന്തം വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട്. അപ്പം ഇങ്ങനെ ആധുനിക സങ്കീർണ സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം എപ്പോഴും അതൊരു ഔപചാരികപരവും അതേപോലെ തന്നെ വ്യക്തവുമായിരിക്കണം എന്നുള്ളൊരു കാര്യം വളരെ നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ആധുനിക സങ്കീർണ സമൂഹങ്ങളിൽ ഈ പറയുന്ന സാമ്പത്തിക മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് വിദ്യാഭ്യാസം ഉള്ളത്. കാരണം എല്ലാ പഴയ സമൂഹങ്ങളിൽ എടുക്കുകയാണെങ്കിലും ലളിത സമൂഹങ്ങളിൽ കുടുംബമാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഗോത്രമാണെങ്കിലും ജാതിയാണെങ്കിലും മതമാണെങ്കിലും അതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രത്യേക മൂല്യങ്ങളെയാണ് ആ കാലഘട്ടത്തിൽ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠനങ്ങളാണ് ഉണ്ടായത്. എന്നാലോ ആധുനിക സമൂഹങ്ങളിലെ സ്കൂളുകളിലെ ഒരു ഐക്യരൂപം, ഒരു ഐക്യപ്പെടുത്തുന്ന എല്ലാ കുട്ടികളെയും ഒരു ഐക്യപ്പെടുത്തുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ക്രമീകൃതമായിട്ടുള്ള അഭിലാഷങ്ങൾ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സാമ്പത്തികമായിട്ടുള്ള മൂല്യങ്ങൾ കൊടുക്കുന്ന രീതിയുണ്ട്. അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടങ്ങളിലെ സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ലക്ഷ്യത്തോട് കൂടിയിട്ട് അങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള രീതിയിലാണ് ആധുനിക വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. പല മാർഗങ്ങളും അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കി കാണാൻ പറ്റും. ആധുനിക കാലഘട്ടങ്ങളിലെ യൂണിഫോം എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു യൂണിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം വിദ്യാർത്ഥികള് ഏത് ഒരു സാമൂഹിക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും അവർക്ക് വിദ്യാഭ്യാസം അവരിലെ ആശയങ്ങളും അല്ലെങ്കിൽ അവരിലെ മനോവികാരങ്ങളും അവരുടെ ശീലങ്ങളും ഉറപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എമിലി ഡർക്കീമിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. കാരണം വിദ്യാഭ്യാസമേകുന്ന ഒരു പൊതു അടിത്തറ ഇല്ലാതെ ഈ കാലഘട്ടത്തില് ഈ ഒരു സമൂഹത്തിൽ നമുക്കൊരിക്കലും അതിജീവിക്കാൻ കഴിയില്ല എന്നുകൂടി എമിലി ഡർക്കീമിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക തൊഴിൽ ചെയ്യണം, ആ തൊഴിലിനായി വിദ്യാഭ്യാസം നേടണം, അല്ലെങ്കിൽ ആ തൊഴിലിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പഠിക്കണം, അങ്ങനെ ഒരു പരിശീലനത്തിലേക്ക് പോകണം. അതാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിന്റെ ഒരു കാതലായിട്ട് മാറിയിട്ടുള്ള ഒരു കാര്യം. അത് കുട്ടികളെ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതിനെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്ന ഒരു കാര്യം. അപ്പം നമുക്കറിയാം, നമ്മുടെ ഫംഗ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളും കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകളും നിർവഹണവാദികളും സംഘടനവാദികളും എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ നോക്കി കാണുന്നത് എന്നുള്ളതാണ്. നിർവഹണവാദികളായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാലോ, ഓൾറെഡി അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും സംസാരിക്കുക. അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, സോഷ്യൽ സ്ട്രക്ചറിനെ, നമ്മളുടെ സമൂഹത്തിലുള്ള സാമൂഹിക ഘടനയെ അതിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പുതിയ കാലഘട്ടം വരുമ്പോൾ അതിനൊരു നവീകരിക്കപ്പെടണമെങ്കിൽ, ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഒരു സംസ്കാരത്തെ നമ്മൾ അടുത്തൊരു തലമുറകൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ, അത് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് വെരി ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് എന്നുള്ളതാണ് നിർവഹണവാദികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തിയുടെ കഴിവുകൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൂടെയാണ് എന്നുള്ളതാണ് ഫംഗ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം. കാരണം അവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള പദവികൾ അവർ തെരഞ്ഞെടുക്കുന്നത് തന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ആര് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലം ഒരുക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് നിർവഹണവാദ വ്യക്തികൾ എന്ന് പറയുന്ന എമിലി ഡർക്കിമിനെയും മാക്സ് വെബറിനെയും പോലെയുള്ള ആൾക്കാർ. എന്നാൽ നമുക്കറിയാലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകൾ, അല്ലെങ്കിൽ സംഘടനവാദികളായിട്ടുള്ള ആൾക്കാർ. അവരാദ്യമേ പറയും എന്താണ്? സൊസൈറ്റി ഒരിക്കലും ഈക്വൽ അല്ല, അത് എപ്പോഴും അസമമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മാക്സ് വെബറിനെ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കാൾ മാക്സിനെ പോലെയുള്ള സംഘടനവാദികൾ പറയുന്ന ഒരു കാര്യം. കാരണം സമൂഹം ഇപ്പോഴും ഒരു സ്ട്രാറ്റിഫിക്കേഷനിലാണ്, അല്ലെങ്കിൽ ശ്രേണീകരണത്തിലാണുള്ളത്, അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷന്റെ അല്ലെങ്കിൽ ശ്രേണീകരണത്തിന്റെ ഒരു ഏജന്റ് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്? കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകൾ, അല്ലെങ്കിൽ സംഘടനവാദികൾ പറയുന്ന ഒരു കാര്യം. കാരണം വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളിലെ അസമത്വം, ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടാൻ, എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ഒരു അസമത്വം ഈ പറയുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ, സാമൂഹിക ശ്രേണീകരണത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് കാൾ മാക്സിനെ പോലെയുള്ള സംഘടനവാദികൾ പറയുന്നത്. കാരണം കാൾ മാക്സിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, നമ്മളുടെ സമൂഹത്തില് സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പശ്ചാത്തലമുള്ള ഇതിനനുസരിച്ചാണ് കുട്ടികൾ വ്യത്യസ്ത സ്കൂളുകളിലാണ് പഠിക്കുന്നത്. സത്യമല്ലേ? എല്ലാ കുട്ടികളും ഒരേപോലെയുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. പലര് ICSE സ്കൂൾ പഠിക്കുന്നു, പലര് CBSE സ്കൂൾ പഠിക്കുന്നു, പലര് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നു, പലര് എയ്ഡഡ് സ്കൂൾ പഠിക്കുന്നു, പലര് അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നു. അപ്പം ഇങ്ങനെ എന്താണോ ഓരോ പാരന്റ്സിന്റെയും സാമ്പത്തിക പശ്ചാത്തലം ഉള്ളത്, അതിനനുസരിച്ച് അതേ തരത്തിലുള്ള സ്കൂളുകളിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സ്കൂളുകളിലാണ് കുട്ടികൾ പോകുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേക ആനുകൂല്യങ്ങളും അവസരങ്ങളും ചില സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അതായത് ഏറ്റവും അപ്പർ കാസ്റ്റ്, അല്ലെങ്കിൽ അപ്പർ ക്ലാസ് വിഭാഗങ്ങളിലുള്ള വിഭാഗത്തിനൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള സ്കൂളുകളിൽ പോയി പഠിച്ച് നല്ല കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് എമിലി ഡർക്കിമിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന കാൾ മാക്സിനെ പോലെയുള്ള സംഘടനവാദികൾ പറയുന്നത്. അവർ പ്രത്യേക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി മാറും, അല്ലെങ്കിൽ അല്ലാത്ത സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ എന്തായില്ല, അങ്ങനെയായി മാറില്ല എന്നുള്ളതാണ്. കാരണം മികച്ച സ്കൂളിൽ പഠിക്കാൻ അവസരം ഇഷ്ടം പോലെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാലഘട്ടത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ട്. അവസരം നിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഇപ്പൊ സ്കൂളിൽ പോകാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. ഈ കാലഘട്ടത്തിൽ സ്കൂളിൽ പോകാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. ഇടയ്ക്ക് പഠനം നിർത്തി ഡ്രോപ്പ് ഔട്ട് ആയി നിർത്തി വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു പഠന റിപ്പോർട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ആ ഒരു റിപ്പോർട്ട് കാണിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ലിംഗപരവും ജാതീയവുമായിട്ടുള്ള ഒരു വിവേചനം എങ്ങനെയാണ്, ഒരു ജെൻഡർ ഇൻഇക്വാളിറ്റീസും അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസും ബേസിൽ എഡ്യൂക്കേഷന് എങ്ങനെയാണ് അവസരങ്ങളെ ബാധിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ടാണ് അതിനകത്തുള്ളത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. റിപ്പോർട്ട് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ കുറച്ച് കുട്ടികളെ സ്കൂളിൽ കാണുന്നു. കൃഷി ഇറക്കുന്ന കാലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ, ദാറ്റ് മീൻസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ ഹാജർ നില ശൂന്യമായിരിക്കും. ദാറ്റ് മീൻസ് ഉണ്ടാവില്ല, 0 എന്നുള്ളതാണ്. മാതാപിതാക്കന്മാർ ജോലി ചെയ്യാനായി പുറത്തു പോകുമ്പോൾ
അവരെല്ലാം ചില ഗാർഹിക ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ജോലികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ സമുദായങ്ങളിലെ പെൺകുട്ടികളാവട്ടെ ഒരിക്കലും സ്കൂളിൽ പോകാറില്ല, ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും. അവര് വിവിധ തരത്തിലുള്ള വീട്ടുജോലികളോ വരുമാനം ലഭിക്കുന്ന മറ്റു പണികളോ ചെയ്യും. ഒരു 10 വയസ്സുകാരി ചാണകം പെറുക്കി വിൽക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇതൊരു എന്താ പറയുന്ന ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ സംഭവം, ഈ പറയുന്ന രീതിയിൽ എഡ്യൂക്കേഷൻസിൽ ഇനിക്വാളിറ്റീസ്, അത് ഈ പറയുന്ന ജെൻഡർ ഇനിക്വാളിറ്റീസ് ആയിക്കോട്ടെ കാസ്റ്റ് ഇനിക്വാളിറ്റീസ് ആയിക്കോട്ടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എമിലി ഡർക്കീമിനെ പോലെയുള്ള ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് കാൾ മാർക്സിനെ പോലെയുള്ള സംഘടനവാദികൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തെ നോക്കി കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം കൂടി എഡ്യൂക്കേഷൻസിന്റെ ഈ ഒരു രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇത് പറഞ്ഞതോടുകൂടി നമ്മളുടെ 3rd ചാപ്റ്റർ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. 3rd ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് മോഡേൺ സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ അതിൽ സിവിൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം റിലീജിയനെ കുറിച്ച് പറഞ്ഞു. ദെൻ അവസാനം നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയുമാണ് 3rd ചാപ്റ്റർ. അപ്പൊ ഈ ക്ലാസ് എല്ലാവരും കാണുക, കണ്ടതിന് ശേഷം ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. 3ാമത്തെ ചാപ്റ്റർ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പുതിയ ചാപ്റ്ററുമായിട്ട് 4ാമത്തെ ചാപ്റ്ററൊക്കെ കാണാം എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ നിർത്തുന്നു.